ഹലോ വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള 2017 ഏറ്റവും അവസാനം ഈ ഒരു പോസ്റ്റിലേക്ക് പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ചോദിച്ചിട്ടുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നും 10 ചോദ്യങ്ങളായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. സോ ആ 10 ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടഫ്നെസ് ലെവലും അല്ലെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസിനെ ഒന്ന് അപ്രോച്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. സോ റെഡിയല്ലേ? വീഡിയോയിലേക്ക് പോവാം. സോ അതിൽ ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രിക്കലിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹയസ്റ്റ് വോൾട്ടേജ് ട്രാൻസ്മിഷൻ ഇൻ ഇന്ത്യ ഈസ്. ഇന്ത്യയിലെ ഹയസ്റ്റ് വോൾട്ടേജ് ട്രാൻസ്മിഷൻ. ട്രാൻസ്മിഷൻ വോൾട്ടേജിൻ്റെ ഹയസ്റ്റ് വോൾട്ടേജ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇത് പവർ സിസ്റ്റം എന്നുള്ള ഏരിയയിൽ നിന്നാണ്. പവർ സിസ്റ്റം എന്നുള്ള ഏരിയ നമ്മുടെ സിലബസിലുണ്ട് അല്ലേ? സോ എന്താണ് ആൻസർ? ഓപ്ഷൻ 400 kV, 1200 kV, 600 kV, 765 kV അല്ലേ? ദെൻ ഈ പറയുന്ന 400 kV ഒക്കെ നമ്മുടെ ട്രാൻസ്മിഷൻ വോൾട്ടേജ് ആണ്, നമുക്ക് അറിയാം. 1200 അല്ല. 1200 അല്ല. ദെൻ 600 kV അങ്ങനെ ഒരു ട്രാൻസ്മിഷൻ ലൈൻ വോൾട്ടേജ് ഇല്ല കേട്ടോ, അറിഞ്ഞിരിക്കുക. സോ ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ട്രാൻസ്മിഷൻ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് 765 kV ആണെന്ന് ഓർത്ത് വെക്കുക. നമ്മളോട് പഠിക്കുന്നതാണ് അല്ലേ? 11 kVയിലാണ് നമ്മൾ ഇന്ത്യയിൽ പൊതുവെ ജനറേഷൻ നടക്കുന്നുണ്ടാവുക. ദെൻ അതിനുശേഷം 33 kV, ദെൻ 66 kV, ദെൻ 110 kV അല്ലേ? 110 kV, 132 kVയിലൊക്കെ ഉണ്ട് കേട്ടോ ട്രാൻസ്മിഷൻ. ദെൻ 220 kV, ദെൻ 400 kV തുടങ്ങിയ വോൾട്ടേജുകൾ. ഇത്രയും വോൾട്ടേജുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഹയസ്റ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് 765 kV ആണ്. ഇത് AC ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. എക്സ്ട്രാ ഹൈ വോൾട്ടേജ് AC ആണ് ഈ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ, ജനറൽ നോളജ് ആയിട്ട് വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ. റായ്ചൂർ ടു സോലാപൂർ. സോലാപൂർ ഇതാണ് ഏറ്റവും ഹൈ വോൾട്ടേജിലുള്ള ട്രാൻസ്മിഷൻ ലൈൻ AC-യിലുള്ളത്. ദെൻ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഹയസ്റ്റ് AC ട്രാൻസ്മിഷൻ വോൾട്ടേജ് എന്നായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടിയിരുന്നത്. കാരണം DC വോൾട്ടേജ്, DC ട്രാൻസ്മിഷനിൽ ആക്ച്വലി 800 kV എന്നുള്ളൊരു വോൾട്ടേജ് ഉണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടിയിട്ടൊന്ന് എഴുതി വെച്ചോളൂ. കാരണം 800 kVയിലും അതേപോലെ 500 kVയിലും ഒക്കെ ഇന്ത്യയിൽ HVDC ഹൈ വോൾട്ടേജ് DC ട്രാൻസ്മിഷൻ ഉണ്ടെന്ന് ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇതൊക്കെ ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ടൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. 800 kVയിലും DC ഉണ്ടെന്ന് ഒന്ന് ഓർത്ത് വെക്കുക. സോ ഇതിൽ തന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആൻസർ ഏതാണെന്ന് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ബെസ്റ്റ് ആൻസർ ഏതാ? അത് 765 ആണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. സോ ഓപ്ഷൻ ഡി 765 kV ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് പോയാലോ? നെക്സ്റ്റ്, ഇഫ് എഡ്ഡി കറന്റ് ലോസ് ഓഫ് എ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ അറ്റ് 115 വോൾട്ട് 50 ഹെർട്സ് ഈസ് 40 വാട്ട്, വാട്ട് ഈസ് ദി എഡ്ഡി കറന്റ് കറസ്പോണ്ടിങ് ടു 230 വോൾട്ട് 50 ഹെർട്സ്? ഇത് മെഷീൻസ് ആണ് അല്ലേ? മെഷീൻസ് ആണ്. അതിൽ കൺസെപ്റ്റ് എന്താണ്? വളരെ ഈസി ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. എഡ്ഡി കറന്റ് ലോസും ഹിസ്റ്റീരിസിസ് ലോസും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ എഡ്ഡി കറന്റ് ലോസിൻ്റെ കേസിൽ എന്താണ് ഇക്വേഷൻ? KE ഇൻറ്റു B സ്ക്വയർ അല്ലേ? BM സ്ക്വയർ ഇൻറ്റു F സ്ക്വയർ T സ്ക്വയർ ഇൻറ്റു V. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ദെൻ നമുക്ക് ഇവിടെ വോൾട്ടേജ് ടേം ഒന്നും കാണുന്നില്ലല്ലോ. ഈ കാണുന്ന V എന്താ? ഈ കാണുന്ന V വോളിയം ആണെന്ന് മനസ്സിലാക്കണേ. ഈ കാണുന്ന V വോളിയാണ്. ഇവിടെ വോൾട്ടേജ് ടേം ഒന്നും ഇല്ല അല്ലേ? പക്ഷേ ഉണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഈ ഇക്വേഷൻ റീറൈറ്റ് ചെയ്യാം. BM എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് V/F എന്ന് നമുക്ക് മാറ്റി എഴുതാം കേട്ടോ. മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. സോ ഇറ്റ് വിൽ ബിക്കം V/F ഹോൾ സ്ക്വയർ ഇൻറ്റു F സ്ക്വയർ T സ്ക്വയർ ഇൻറ്റു V. അപ്പോൾ ഈ F സ്ക്വയറും ക്യാൻസൽ ആയി പോകുന്നില്ലേ? നിങ്ങൾ F സ്ക്വയറും ക്യാൻസൽ ആയി പോയി. സോ വി ക്യാൻ റീറൈറ്റ് ഇറ്റ് ആസ് PE ഈസ് പ്രൊപ്പോർഷണൽ ടു V സ്ക്വയർ അല്ലേ? PE ഈസ് പ്രൊപ്പോർഷണൽ ടു V സ്ക്വയർ. ഇവിടെ നോക്കിയേ, ഇവിടെ ഫ്രീക്വൻസിയോ മറ്റോ മാറുന്നുണ്ടോ എന്ന് നോക്കിയേ. ഫ്രീക്വൻസി ഇവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ടോ എവിടെയെങ്കിലും? ഇല്ല അല്ലേ? വോൾട്ടേജ് 150യിൽ നിന്നും 230യിലേക്ക് വന്നു. ഫ്രീക്വൻസി 50 ഹെർട്സ് തന്നെ അല്ലേ? ഫ്രീക്വൻസി 50 ഹെർട്സ് തന്നെ. അപ്പോൾ വോൾട്ടേജ് അല്ലേ? വോൾട്ടേജ് ചേഞ്ചസ് ഫ്രം 115 ടു 230, അതായത് ഡബിൾ ആയി. സോ വാട്ട് ഹാപ്പൻസ് ടു ദി എഡ്ഡി കറണ്ട് ലോസ് അല്ലേ? PH എന്ന് പറയുന്നത് ആദ്യം 40 ആയിരുന്നു. വോൾട്ടേജ് ഡബിൾ ആയാൽ എഡ്ഡി കറണ്ട് ലോസ് എത്ര രീതിയിലേക്ക് മാറും? സോ
വോൾട്ടേജ് 2V ആയല്ലേ. സോ 2V². സോ ഇറ്റ് വിൽ ബിക്കം 4V² എന്നുള്ള രീതിയിൽ 4 × V² എന്നുള്ള രീതിയിൽ എഡ്ഡി കറണ്ട് ലോസ് മാറും. അതായത് 4 ടൈംസ് മാറും അല്ലേ. 40 × 4 വന്നു 160 വാട്ട് ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. 160 വാട്ട് ആയിരിക്കും നമ്മുടെ പുതിയ എഡ്ഡി കറണ്ട് ലോസ് അല്ലേ. അത്രയേ ഉള്ളൂ കാര്യം. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സോ ഇവിടുത്തെ കൺസെപ്റ്റ് എന്താണ്? യെസ്, എഡ്ഡി കറണ്ട് ലോസിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ഈ വോൾട്ടേജ് മാറുമ്പോൾ അതേപോലെ ഫ്രീക്വൻസി മാറുമ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ദെൻ ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചോളൂ, ചില കേസസിൽ ഈ V/F റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിരിക്കും. നിങ്ങളിവിടെ കണ്ടോ, ഇവിടെ വോൾട്ടേജ് ഡബിളായി, ഫ്രീക്വൻസി സെയിം തന്നെയല്ലേ. ഫ്രീക്വൻസിയും വേണമെങ്കിൽ ഡബിൾ ആവാം. ഓക്കെ, ഫ്രീക്വൻസിയും വേണമെങ്കിൽ ഡബിൾ ആവാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഇവിടെ BM-നെ V/F എന്ന് എഴുതാൻ വേണ്ടി പറ്റില്ല, അത് കട്ടാവും. ദെൻ നമ്മുടെ എഡ്ഡി കറണ്ട് ലോസ് ഈസ് പ്രൊപ്പോർഷണൽ ടു F² മാത്രമായിരിക്കും കേട്ടോ. F² മാത്രമായിരിക്കും. അത് ഒന്ന് ഓർത്ത് വെക്കുക. യെസ്, അപ്പോൾ അതിൻ്റെ ആൻസർ 160 വാട്ടാണ്. ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി പവർ ഇൻപുട്ട് ടു എ 3-phase ഇൻഡക്ഷൻ മോട്ടോർ ഈസ് 100 kW. നല്ല ക്വസ്റ്റ്യൻ ആട്ടോ. ഇത് കുറച്ചൊരു ലെവൽ കൂടിയ സാധനം തന്നെയാണ്, എല്ലാവർക്കും കിട്ടുന്നൊരു ചോദ്യമല്ല. ദി സ്റ്റേറ്റർ ലോസസ് ടോട്ടൽ ഈസ് ഈക്വൽ ടു 1.5 kW. വാട്ട് ഈസ് ദി മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് അറ്റ് എ സ്ലിപ്പ് ഓഫ് 5.5%? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ അത്ര വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് മാത്രം വെച്ചിട്ട് കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പവർ ഔട്ട്പുട്ട് കണ്ടുപിടിക്കണം അല്ലേ. യെസ്, നമുക്ക് നോക്കാം. പവർ ഇൻപുട്ട് എന്താണ്? പവർ ഇൻപുട്ട് എന്ന് പറയുന്നത് 100 kW ആണ് അല്ലേ. 100 kW ആണ് പവർ ഇൻപുട്ട് ടു എ 3-phase ഇൻഡക്ഷൻ മോട്ടോർ ഈസ് 100 kW. സ്റ്റേറ്റർ ലോസ് 1.5 kW ആണ്. ഓക്കെ, സോ സ്റ്റേറ്റർ പവർ ലോസസ് ഇൻ സ്റ്റേറ്റർ ആണ്. സ്റ്റേറ്റർ ലോസ് എത്രയാണ്? 1.5 kW. അപ്പം ഇൻപുട്ട് 100 kW ആണ്. സ്റ്റേറ്ററിൽ എത്ര ലോസ് ഉണ്ടായി? അത് 1.5 kW ആണ്. അങ്ങനെയാണെങ്കിൽ റോട്ടർ ഇൻപുട്ട് എത്രയായിരിക്കും? ഓക്കെ, റോട്ടർ ഇൻപുട്ട്, റോട്ടറിൽ കിട്ടുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? 100 മൈനസ് 1.5 ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു 98.5 kW അല്ലേ. നമ്മുടെ റോട്ടറിലേക്ക് കിട്ടിയത് 98.5 kW ആണ്. അപ്പോൾ നമുക്കൊരു റേഷ്യോ ഉണ്ട്. റോട്ടർ ഇൻപുട്ട്, ദെൻ റോട്ടർ കോപ്പർ ലോസ്, ദെൻ റോട്ടർ ഔട്ട്പുട്ട്. ഓക്കെ, അതിന് നമുക്കൊരു റേഷ്യോ ഉണ്ട്, നമ്മൾ ഓൾറെഡി അറിയുന്ന സാധനമാണ്. റോട്ടർ ഇൻപുട്ട് 1ഉം റോട്ടർ കോപ്പർ ലോസ് എസ്സും, എസ് എന്താ? സ്ലിപ്പാണ് ആണെങ്കിൽ റോട്ടർ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 മൈനസ് എസ് ആയിരിക്കും അല്ലേ. 1 മൈനസ് എസ് ആയിരിക്കും. ഇവിടെ നമ്മൾ വേറെ മെക്കാനിക്കൽ ലോസുകളൊന്നും നമ്മളിവിടെ പരാമർശിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോർമുല എടുത്താൽ മതി. അപ്പോൾ റോട്ടർ ഇൻപുട്ട് എത്രയാണ്? റോട്ടർ ഇൻപുട്ട് എന്ന് പറയുന്നത് 98.5 kW. സ്ലിപ്പ് എത്ര പെർസെൻറ്റേജ് മാറ്റിട്ടുണ്ട്? 5.5% മാറ്റിട്ടുണ്ട് അല്ലേ ഇവിടെ. ഓക്കെ, സ്ലിപ്പ് എന്ന് പറയുന്നത് 5.5% എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് 5.5 ഡിവൈഡ് ബൈ 100. സോ റോട്ടർ ഔട്ട്പുട്ട് എത്രയായിരിക്കും? ഇതിൻ്റെ ബാക്കിയല്ലേ 1 മൈനസ് എസ്, അതായത് 94.5 ഡിവൈഡഡ് ബൈ 100 അല്ലേ. യെസ്, ഈ 98.5നെ 94.5 ബൈ 100 കൊണ്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റോട്ടർ ഔട്ട്പുട്ട് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഔട്ട്പുട്ട് എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അതും ചെയ്ത് നോക്കിയേ, നിങ്ങളതൊന്ന് ചെയ്തേ. യെസ്, അപ്പോൾ ആൻസർ വരിക 98.5 ഇൻറ്റു 94.5 ഡിവൈഡഡ് ബൈ 100. ഇത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത് നിങ്ങൾ 98യും 94യും മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? യെസ്, നിങ്ങൾ ഓപ്ഷൻസിലേക്ക് ഒന്ന് നോക്കുക കേട്ടോ. ഇവിടെ കണ്ടോ, 94യെ 98 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ. നിങ്ങൾ നോക്കിയേ, 94യെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും? 94 അല്ലേ, 94.5. സോ അതിനേക്കാളും കുറവാണിത്. സോ 94.5നേക്കാൾ കൂടുതലായിട്ടുള്ള വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായോ? ഇവിടെ ന്യൂമറേറ്ററിൽ 98 ഉണ്ട്, ഡിനോമിനേറ്ററിൽ 100 ഉണ്ട്. ന്യൂമറേറ്ററിൽ 100 ആണെങ്കിലാണ് നമുക്ക് മാക്സിമം 94 കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 94.5നേക്കാൾ കൂടുതലായിട്ടുള്ള വാല്യൂസ് മൊത്തം നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം, ഓപ്ഷനിൽ നിന്ന് ഒഴിവാക്കാം. അപ്പം 95 പോയേ, 98ഉം പോയി. അപ്പോൾ നമുക്ക് ആൻസറിൽ വരാൻ സാധ്യത ആരൊക്കെയാണ്? ഒന്നുകിൽ 90 വരാം, അല്ലെങ്കിൽ 93 വരാം അല്ലേ. 90 വരാം, അല്ലെങ്കിൽ 93 വരാം.
അതിൽ 90 എന്തായാലും വരില്ല. 90 എന്തായാലും വരില്ല. എന്തുകൊണ്ടാണ്? 98.5-യുടെ 95% എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ ഏകദേശം 98-ന്റെ 95% തന്നെ നിങ്ങൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു 93-ഓ 92-ഓ ആ ഒരു റേഞ്ചിലാണ് കിട്ടുക. 93 അല്ലെങ്കിൽ 93.5 ആ ഒരു റേഞ്ചിലാണ് കിട്ടുക. സോ ഒരിക്കലും 90 വരാനും സാധ്യതയില്ല. സോ ഓപ്ഷൻ 93 കിലോവാട്ട്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് ഞാൻ പറയുന്നത് എലിമിനേഷൻ മെത്തേഡ് വഴി നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാനുള്ള വഴിയാണ്. ഇനി എനിക്ക് തീരെ ആ ഒരു സ്കില്ലില്ല, അനലിറ്റിക്കൽ സ്കില്ല് വളരെ കുറവാണ്, കുഴപ്പമില്ല. എന്ത് ചെയ്താൽ മതി? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റൻ ഒന്ന് ലാസ്റ്റിലേക്ക് വെച്ചിട്ട് അവസാനം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 93 തന്നെ ആൻസർ കിട്ടും കേട്ടോ. 93.08 ആണ് ആൻസർ ആയിട്ട് കിട്ടുക. സോ അതിൻ്റെ ആവശ്യമില്ല അല്ലേ? നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ആൻസർ വെച്ചിട്ട് ഈ ഒരു ഓപ്ഷൻസ് നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് ആൻസേഴ്സ് പിക്ക് ചെയ്യാം. ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി 2-part താരിഫ് ചാർജസ് ആർ ഫോർ. 2-part താരിഫിൽ നമ്മൾ ഏതൊക്കെ കോസ്റ്റുകളെയാണ് ചാർജ് ചെയ്യുന്നതാണ്? യൂണിറ്റ് കൺസ്യൂംഡ്, യൂണിറ്റ് ആൻഡ് പവർ ഫാക്ടർ, യൂണിറ്റ് ആൻഡ് പവർ, യൂണിറ്റ് ആൻഡ് മാക്സിമം KVA ഡിമാൻഡ്. യൂണിറ്റ് കൺസ്യൂംഡ് മാത്രമല്ല, അത് സിംഗിൾ പാർട്ട് താരിഫാണ്. ഓക്കെ, ഒരു നോർമൽ ഫ്ലാറ്റ് സിമ്പിൾ റേറ്റ് താരിഫിന് പറയുന്നവരാണ് ഈ യൂണിറ്റ് കൺസ്യൂംഡ്. ഓക്കെ, യൂണിറ്റ് കൺസ്യൂംഡ് മാത്രം ചാർജ് ചെയ്യുന്നതാണ് സിമ്പിൾ റേറ്റ് താരിഫ്. ഓക്കെ, അപ്പോൾ അതല്ല. ഇനി 2-part എന്ന് പറയുമ്പോൾ മിനിമം 2 പാർട്ട് ഉണ്ടാവണം. ഓക്കെ, ഒരു ഫിക്സഡ് ചാർജും ഒരു റണ്ണിങ് ചാർജും ഉണ്ടാവണം. അതാണ് 2-part താരിഫ് എന്ന് പറയുന്നത്. സോ ഫിക്സഡ് ചാർജ് അവർ ഈടാക്കുന്നത് മാക്സിമം ഡിമാൻഡ്. ഓക്കെ, മാക്സിമം ഡിമാൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് കേട്ടോ. മാക്സിമം ഡിമാൻഡ് ഇൻ KVA അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അവർ ഫിക്സഡ് ചാർജ് ഈടാക്കുക. ദെൻ റണ്ണിങ് ചാർജ് ഉണ്ട്. അതിൻ്റെ കൂടെ റണ്ണിങ് ചാർജും കൂടി കൂട്ടിയാലാണ് ടോട്ടൽ എനർജി കോസ്റ്റ് കിട്ടുക. ആ റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും? യെസ്, നിങ്ങൾ എത്രത്തോളം യൂണിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, സോ യൂണിറ്റ് ജനറേറ്റഡ് ആൻഡ് മാക്സിമം KVA ഡിമാൻഡ്. ഓക്കെ, മാക്സിമം KVA ഡിമാൻഡ്. അപ്പോൾ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ഡി ആണ് വരിക. ഇത് നമ്മൾ താരിഫിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് താരിഫുകളുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് പോവാം. റേറ്റിംഗ് ഓഫ് ഫ്യൂസ് വയർ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. വാട്ട്, വോൾട്ട്, ആംപിയർ, ഓം അല്ലേ? വാട്ടിലോ വോൾട്സിലോ ഓമിലോ ഒന്നും അല്ല നമ്മൾ എക്സ്പ്രസ് ചെയ്യുക, ആംപിയറിലാണ് കേട്ടോ. ആംപിയറിലാണ് നമ്മൾ ഫ്യൂസ് വയറിൻ്റെ റേറ്റിംഗ് പറയുക. ഇപ്പോൾ സപ്പോസ് ഒരു 5 ആംപിയർ 10 ആംപിയർ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ഫ്യൂസ് വയറിൻ്റെ റേറ്റിംഗ് പറയുക. ഓക്കെ, അതിൽ കൂടി കടന്നു പോകാൻ വേണ്ടി പറ്റുന്ന മാക്സിമം കറണ്ട് എത്രത്തോളമാണോ ഓക്കെ ആ രീതിയിലാണ് നമ്മൾ ഫ്യൂസ് വയറിൻ്റെ റേറ്റിംഗ് പറയുക. അത് ആംപിയറിലാണ് പറയാമെന്ന് മനസ്സിലാക്കുക. സിമ്പിളാണ് അല്ലേ? യെസ്. സോ നെക്സ്റ്റ് പോവാം. എൻ RLC സീരീസ് സർക്യൂട്ട് വിത്ത് R ഈസ് ഈക്വൽ ടു 10 ohm, L ഈസ് ഈക്വൽ ടു 1 ohm, C ഈസ് ഈക്വൽ ടു 1 farad. ഓക്കെ, ഇത് 1 Henry 1 farad ആർ കണക്റ്റഡ് അക്രോസ് എ 100 volt സപ്ലൈ. ഓക്കെ, RLC സീരീസ് ആണ്. Then variable frequency supply. Okay, variable frequency supply. Find the power factor and the current at a resonance. Okay, power factor കണ്ടുപിടിക്കണം, അതേപോലെ കറണ്ടും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ തന്ന വാല്യൂസ് ഒക്കെ കണ്ടു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിവിടെ റെസൊണൻസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? റെസൊണൻസ് കണ്ടീഷൻ RLC സീരീസ് സർക്യൂട്ട് ഇൻ റെസൊണൻസ്. ഓക്കെ, സീരീസ് ഇൻ റെസൊണൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ? നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ. റെസൊണൻസിൻ്റെ കേസിൽ XL ഈസ് ഈക്വൽ ടു XC ആയിരിക്കും. സോ ഇമ്പിഡൻസിൻ്റെ വാല്യൂ നമുക്കറിയാലോ. ഇമ്പിഡൻസ് പറയുന്നത് √R² പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ ആണ്. ദെൻ റെസൊണൻസ് കേസിൽ ഈ പറയുന്ന XLഉം XCയും സെയിം ആയതുകൊണ്ട് Z ഈസ് ഈക്വൽ ടു R ആയിരിക്കും അല്ലേ? ഇമ്പിഡൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് വാല്യൂസിന് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു RLC സീരീസ് സർക്യൂട്ട് അല്ലെങ്കിൽ പാരലൽ സർക്യൂട്ട് ആയാലും റെസൊണൻസ് കണ്ടീഷനിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. ദെൻ റെസൊണൻസ് കണ്ടീഷനിലെ പവർ ഫാക്ടർ എത്രയായിരുന്നു? നിങ്ങൾക്ക് ഓൾറെഡി അതിൻ്റെ ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൻസർ അറിയാലോ അല്ലേ? എന്താണ്? യൂണിറ്റി പവർ ഫാക്ടറാണ്. യൂണിറ്റി പവർ ഫാക്ടറാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്ട്രൈക്ക് ചെയ്യാം. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞേ, പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ വേഗം പറഞ്ഞേ. യെസ്, cos 5 പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു R/Z എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് RLC സീരീസ് സർക്യൂട്ടിൻ്റെ കേസിൽ. ഇവിടെ സെഡും എന്താണ്? Z ഈസ് ഈക്വൽ ടു R തന്നെയാണ് അല്ലേ? യെസ്. സോ R/R വിച്ച് ഈസ് ഈക്വൽ ടു 1. പവർ ഫാക്ടർ 1 ആണ്. ദെൻ ഇനി കണ്ടുപിടിക്കേണ്ടത് കറണ്ട് ആണ് അല്ലേ? കറണ്ട് എന്താ? കറണ്ട് V/Z ആണ്. ഇവിടെ V/R ആയിരിക്കും. വോൾട്ടേജ് തന്നിട്ടുണ്ട് 100 ആണ്. റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണ്? 10 ആണ്. സോ 10 ആംപിയേഴ്സ് അല്ലേ? 10 ആംപിയേഴ്സ്.
ഓപ്ഷൻ ഏതാ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. എത്ര വേഗത്തിലാണ് ആൻസർ കിട്ടിയേ? യെസ്. നമുക്ക് AC സർക്യൂട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. എന്നിരുന്നാലും വലിയ ടഫായിട്ടുള്ള സാധനങ്ങളൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. പലപ്പോഴും RLC സീരീസ് അല്ലെങ്കിൽ RLC പാരലൽ, ദെൻ RL സർക്യൂട്ട്, LC സർക്യൂട്ട്, ആ രീതിയിൽ ചെറിയത് ഒന്നുകിൽ പവർ ഫാക്ടർ അല്ലെങ്കിൽ കറണ്ടൊക്കെ കണ്ടുപിടിക്കാനുള്ള ചെറിയ ചെറിയ ഇക്വേഷൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ. അതുകൊണ്ട് അത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് പോയാലോ? യെസ്. വാട്ട് ഈസ് ദി RMS വാല്യൂ ഓഫ് എ ട്രയാങ്കുലാർ വേവ്? ട്രയാങ്കുലാർ വോൾട്ടേജ് വേവ് ഹാവിംഗ് മാക്സിമം മാഗ്നിറ്റ്യൂഡ് ഓഫ് 10 വോൾട്ട്. യെസ്. RMS വാല്യൂസ് അല്ലേ? RMS വാല്യൂ, ആവറേജ് വാല്യൂ ഒക്കെ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് പഠിക്കാനുണ്ട്. തന്നിരിക്കുന്നത് വേവ് ഏതാണെന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ട്രയാങ്കുലാർ വേവ് ആണ്, സൈനുസോഡൽ വേവ് ഒന്നും അല്ല. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, മാക്സിമം മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട് അല്ലേ? V മാക്സ് എത്രയാ? അത് 10 വോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം സൈൻ വേവ് ഒക്കെ ആണെങ്കിൽ, സൈൻ വേവ് ആണെങ്കിൽ എന്താ വരിക? ഫോർ എ സൈൻ വേവ് VRMS ഈസ് ഈക്വൽ ടു VM/√2 ആണ് അല്ലേ? VM/√2 ആണ്. ഞാൻ സ്ക്വയർ ആണെങ്കിലോ? സ്ക്വയർ ആണെങ്കിൽ വളരെ ഈസിയാണ്. സ്ക്വയറിൻ്റെ കേസിൽ RMS വാല്യൂവും മാക്സിമം വാല്യൂ ഒക്കെ സെയിം തന്നെയാണ് അല്ലേ? യെസ്. അത് മാക്സിമം വാല്യൂ ഇപ്പം Vmax2 - VM ആണെങ്കിൽ RMS വാല്യൂ വരുന്നത് എന്തായിരിക്കും? യെസ്, VM തന്നെ ആയിരിക്കും. ദെൻ നമ്മുടെ ചോദിച്ച ക്വസ്റ്റൻ എന്താ? ഇത് ട്രയാങ്കുലാർ വേവ് ആണ്. സോ ഇൻ ദി കേസ് ഓഫ് എ ട്രയാങ്കുലാർ വേവ്, ട്രയാങ്കുലാർ വേവിൻ്റെ കേസിൽ VRMS ഈസ് ഈക്വൽ ടു VM ഡിവൈഡഡ് ബൈ √3 അല്ലേ? VM ഡിവൈഡഡ് ബൈ √3. സോ ഇവിടെ VM പറഞ്ഞിട്ടില്ല, അത് എത്രയാ? 10 ആണ്. 10/√3. ഇനി ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് 1/√3ഉം 1/√2ഉം π/√2ഉം അല്ലേ, π/√3ഉം ഇതൊക്കെ പഠിച്ചു വെക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അല്ലെങ്കിൽ 2π/3 അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ ഓൾറെഡി പഠിച്ചു വെക്കണം. 1/√3 എത്രയാണ് പറഞ്ഞേ? 1/√3 എന്ന് പറയുന്നത് 0.577 ആണ് കേട്ടോ. അത് പഠിച്ചു വെക്കുക. റെഡിമെയ്ഡ് ആയിട്ട് പഠിച്ചു വെക്കുക. സോ 1/√3 വരുമ്പോൾ 0.577 × 10. സോ ദി ആൻസർ ഈസ് 5.77 വോൾട്ട്. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്. എ സിംഗിൾ ഫേസ് എനർജി മീറ്റർ ഈസ് കണക്റ്റഡ് ഇൻ എ സർക്യൂട്ട് വിത്ത് 230 വോൾട്ട് 50 ഹെർട്സ് ആൻഡ് എ ലോഡ് ഓഫ് 5 ആംപിയർ ഫോർ 6 hours at unity power factor. The meter makes 2000 revolution during that period. The meter constant is. വളരെ സിമ്പിളാണ്. എനർജി മീറ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ പവർ എത്രയാണെന്നാണ് കേട്ടോ. ടോട്ടൽ പവർ കൺസ്യൂംഡ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് എത്രയാ? യെസ്, 230 വോൾട്ട് ആണ്. ദെൻ കറണ്ട് എത്രയാ? കറണ്ട് 5 ആംപിയർ. അതാണ് പവർ അല്ലേ? 230 വോൾട്ടും 5 ആംപിയറും പവർ ഫാക്ടർ 1 ആയതുകൊണ്ട് ഇതാണ് എൻ്റെ പവർ. ദെൻ 6 മണിക്കൂർ സമയത്തേക്കാണ് ഞാനിത് യൂസ് ചെയ്തത് അല്ലേ? സോ എനർജി എത്രയായിരിക്കും? യെസ്, ഇൻറ്റു ടൈം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എനർജി കിട്ടി. എനർജി എന്ന് പറയുന്നത് എത്രയാണ്? ദിസ് മച്ച് ഓഫ് വാട്ട് ആയിരിക്കും അല്ലേ? ദിസ് മച്ച് ഓഫ് വാട്ട് അവർ ആയിരിക്കും അല്ലേ? ദിസ് മച്ച് ഓഫ് വാട്ട് അവർ ആയിരിക്കും. യെസ്, ഞാൻ കണ്ടുപിടിക്കുകയാണേ. 230 × 6 30. 23 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. യെസ്, 69 അല്ലേ? 69. പിന്നെ 2 0 കൂടി വരും. സോ ഇത്രയും വാട്ട് അവറാണ് എനർജി എന്ന് പറയുന്നത്. യെസ്, ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മീറ്റർ കോൺസ്റ്റൻറ്റ് എത്രയാണെന്ന് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും എനർജി യൂസ് ചെയ്തപ്പം 2000 റവല്യൂഷൻ ആ മീറ്റർ കറങ്ങി അല്ലേ? 2000 റവല്യൂഷൻസ് ആണ് ഇത്രയും യൂണിറ്റുകൾ നമ്മൾ ഉപയോഗിച്ചപ്പം റൊട്ടേഷൻ ഉണ്ടായത്. സോ ഞാൻ എഴുതുകയാണ് 6900 വാട്ട് അവറിന് കറസ്പോണ്ടിങ് ആയിട്ട് 2000 റവല്യൂഷൻസ്. നമുക്കറിയാം 1000 വാട്ട് അവർ അല്ലേ? 1000 വാട്ട് അവർ ആണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലേ? സോ ഞാനിവിടെ എഴുതുന്നു 1 വാട്ട് അവറിന് എത്ര റവല്യൂഷൻ വന്നു? 2000 ഡിവൈഡഡ് ബൈ 6900. എത്ര വാട്ട് അവർ ചേർന്നതാണ് ഒരു യൂണിറ്റ്? 1000 വാട്ട് അവർ. സോ ഞാൻ രണ്ട് സൈഡിലും 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. സോ 1000 വാട്ട് അവറിനോ? 1000 വാട്ട് അവർ എത്ര വരും? 2000 ഡിവൈഡ് ബൈ 6900 ഇൻറ്റു 1000 അല്ലേ? യെസ്, ഇത് ചെയ്തോ. 2 zeros കട്ടായി, ഇവിടെ 2 zeros കട്ടായി. ഞാൻ അസംഷനായിട്ട് കേട്ടോ, അസംഷനായിട്ട് ഈ 69 ഞാൻ 70 അസ്യൂം ചെയ്യണേ. കാൽക്കുലേഷൻ ഈസിക്ക് വേണ്ടിയിട്ട് ഒരു 0 കൂടി കട്ടായി. സോ ഇറ്റ് വിൽ ബിക്കം 2000/7. നിങ്ങൾക്കറിയാം 2100/7 എത്രയാ? അത് 300 ആയിരിക്കും അല്ലേ? 300 ആയിരിക്കും.
സോ 300 അടുപ്പിച്ചിട്ടുള്ള ഒരു വാല്യൂ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ നോക്കിയേ. യെസ്, ഓപ്ഷനിൽ വളരെ അടുത്തടുത്തുള്ള വാല്യൂസ് ഇല്ല അല്ലേ, ഒരു ട്രങ്കേറ്റഡ് ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ് ഇട്ടിട്ടുള്ളത്. 200, 300, 150, 275. സോ ഏത് വാല്യൂ നിങ്ങൾ ചൂസ് ചെയ്യും? ഓക്കെ, ഏത് വാല്യൂ ചൂസ് ചെയ്യും? സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കിട്ടുക 290 എന്നുള്ള വാല്യൂ ആണ്. ഓക്കെ, 290 എന്നുള്ള വാല്യൂ ആണ് നിങ്ങൾക്ക് ഏകദേശം കിട്ടുക. സോ ബെസ്റ്റ് ഓപ്ഷൻ യു ക്യാൻ സെലക്ട് ഈസ് 300. ഓക്കെ, 300 പെർ കിലോ വാട്ട് അവർ. ഓക്കെ, 1 കിലോ വാട്ട് അവറിന് 300 റവല്യൂഷൻ എന്നുള്ള വാല്യൂ ആണ് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റുക. കാരണം 275 പോരല്ലോ, 275 റവല്യൂഷൻ പോരാ. 275 റവല്യൂഷൻ ആയിരുന്നെങ്കിൽ ഇത്ര റവല്യൂഷൻ കറങ്ങില്ല അല്ലേ, 2000 റവല്യൂഷൻ കറങ്ങില്ല. കാരണം നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, 6.9 ഇൻറ്റു 275 ചെയ്ത് കഴിഞ്ഞാൽ 1900 റവല്യൂഷൻസ് മാത്രമേ കറങ്ങുകയുള്ളൂ. നേരെ മറിച്ച് 300 ഇൻറ്റു 6.9 ചെയ്ത് കഴിഞ്ഞാലോ 2070, കുറച്ചും കൂടി ഒരു നിയർ ബൈ ആയിട്ടുള്ള ആൻസറാണ്. സോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യനിൽ അവർ ഈ 275 ഒഴിവാക്കണമായിരുന്നു, ഇത്ര ക്ലോസ് ആയിട്ടുള്ള വാല്യൂസ് തരരുതായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും കുറച്ചുകൂടി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ള നിലയിൽ നമുക്ക് എന്ത് ചൂസ് ചെയ്യാം? യെസ്, 300 ചൂസ് ചെയ്യാം. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ കീ ആയിട്ടും അവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ചലഞ്ച് ചെയ്തിട്ടൊന്നുമില്ല. സോ ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ ആയിട്ട് വരിക. Next one, if the power in 3-phase 400 volt star connected pure capacitive load is measured using 2 watt meter, okay, measured using 2 watt meter, what will be its reading? Okay, എന്താണ് സാധാരണ അങ്ങനെ ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസ് അല്ല. സാധാരണ എന്തൊക്കെയാണ് ഉണ്ടാവാറ്? യെസ്, 0 പവർ ഫാക്ടർ അല്ലേ, 0 പവർ ഫാക്ടർ ചോദിക്കാറുണ്ട്, യൂണിറ്റി പവർ ഫാക്ടർ ചോദിക്കാറുണ്ട്, ദെൻ 0.5 ചോദിക്കാറുണ്ട് അല്ലെ, 0.866 ഒക്കെ ചോദിക്കാറുണ്ട്. ദെൻ ഇവിടെ ചോദിച്ചത് എന്താ, ഇവിടെ ചെറിയൊരു വ്യത്യസ്തതയുണ്ട്. ഒരു 3 phase 400 വോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർ കണക്റ്റഡ് ആണ്, പ്യുവർ കപ്പാസിറ്റീവ്. ഓക്കെ, പ്യുവർ കപ്പാസിറ്റീവ് എന്ന് ഇവിടെ കൃത്യമായിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ലോഡ് ഈസ് മെഷേർഡ് 2 വാട്ട് മീറ്റർ മെത്തേഡ്. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ φ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, φ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുക്കണം. അപ്പം പവർ ഫാക്ടർ എത്രയായിരിക്കും? 590 ആണെങ്കിൽ കോസ് 5 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലേ. യെസ്, സോ 0 പവർ ഫാക്ടർ സെറ്റ് പി എഫ് കേസിൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? 2 വാട്ട് മീറ്റർ മെത്തേഡ് അറ്റ് സെറ്റ് പി എഫിൽ. യെസ്, ഒരു വാട്ട് മീറ്റർ പോസിറ്റീവ് വാല്യൂ മെഷർ ചെയ്യും, മറ്റേ വാട്ട് മീറ്റർ നെഗറ്റീവ് വാല്യൂ മെഷർ ചെയ്യും. രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലേ, രണ്ടും ഈക്വൽ ആയിരിക്കും. ദെൻ ഓൾസോ ദേ ആർ ഓപ്പോസിറ്റ്. ഓക്കെ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. സോ ബോത്ത് സീറോ എന്നുള്ളതല്ല, ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ്. ഓക്കെ, ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഇതൊരു റെയർ കേസാണ്, ഇങ്ങനൊരു ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ സാധാരണയായിട്ട് ചോദിക്കാറില്ല. പക്ഷേ ഒരു നല്ല ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. എന്താണ്, അത്ര കൂടുതൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സാധനമൊന്നുമല്ല, പക്ഷേ കുറച്ചൊരു കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് അല്ലേ. യെസ്, സോ നമുക്കിവിടെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് പ്യുവർ കപ്പാസിറ്റീവ് ആണ്, അതുകൊണ്ട് ലീഡിംഗ് ആണ്, 90 ഡിഗ്രി ലീഡിംഗ് എന്നുള്ള കേസാണ്. എന്തായിരിക്കും? യെസ്, ഒരു വാട്ട് മീറ്റർ പോസിറ്റീവ് റീഡിങ് മെഷർ ചെയ്യും, അതേ വാല്യൂ തന്നെ നെഗറ്റീവ് റീഡിംഗ് ആയിരിക്കും നെക്സ്റ്റ് വാട്ട് മീറ്റർ മെഷർ ചെയ്യുന്നുണ്ടാവുക അല്ലേ. യെസ്, അതിൻ്റെ ഇക്വേഷൻ ഒക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് എഴുതി വെച്ചോളൂ. VLIL കോസ് 30 + 5 അതായിരിക്കും ഫസ്റ്റ് വാട്ട് മീറ്റർ. ദെൻ VLIL കോസ് 30 - 5 ആയിരിക്കും അടുത്ത വാട്ട് മീറ്റർ. നിങ്ങളത് ചെയ്യുന്ന സമയത്ത് ഒന്ന് 0.5ഉം മറ്റേത് -0.5ഉം കിട്ടും അല്ലേ. യെസ്, അത്രയുള്ള കാര്യം. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഇതും കുറച്ചൊരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ആൻസർ അല്ല, പക്ഷേ നമുക്കെന്ത് ചെയ്യാം, അതിനെ ഒന്ന് ചെയ്തു നോക്കാം. ഔട്ട് ഓഫ് ദി ഗിവൺ ജനറേറ്റിംഗ് സ്റ്റേഷൻ വിച്ച് വിൽ ബി ദി ബേസ് ലോഡ് സ്റ്റേഷൻ. ഓക്കെ, താഴെ പറയുന്ന പോലെ ബേസ് ലോഡ് സ്റ്റേഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏത് ജനറേറ്ററിംഗ് സ്റ്റേഷൻ ആണെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ. യെസ്, ഇതിൽ നിന്ന് നമുക്ക് സോളാർ നമുക്ക് വിട്ട് കളയാം. എന്തുകൊണ്ടാണ്? ബേസ് സ്റ്റേഷൻ ആവുന്ന സമയത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പവർ സപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റണം. ഓക്കെ, പവർ സപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റണം. ഒരു ഡിമാൻഡ് ഇപ്പോൾ ഒരു സപ്പോസ് പറയുന്ന ഒരു 3500 മെഗാവാട്ടാണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പം കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അത്രയും പവർ ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റണം. സോ അത്രയും പവർ കപ്പാസിറ്റി ഉണ്ടാവണം. സോ സോളാറിൻ്റെ ഒരു ഇഷ്യൂ എന്താണ്? യെസ്, നമുക്ക് അത്ര ഡിപ്പെൻഡബിൾ ആയിട്ടുള്ളൊരു പവർ എനർജി സോഴ്സ് അല്ല അല്ലേ. സോ സോളാർ നമുക്ക് തട്ടിക്കളയാം. ദെൻ ന്യൂക്ലിയറും ഹൈഡ്രോയും തെർമലും ഒക്കെ നമ്മൾ സാധാരണയായിട്ട് ബേസ് പവർ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. പീക്ക് ലോഡായിട്ട് ഏതൊക്കെ യൂസ് ചെയ്യുക? പീക്കിലാണെങ്കിൽ നമ്മൾ ഹൈഡ്രോ യൂസ് ചെയ്യും, ഹൈഡ്രോ വിത്ത് പോണ്ടേജ് അല്ലേ, ഹൈഡ്രോ വിത്ത്
ലാർജ് റിസർവോയർ അല്ലെങ്കിൽ പോണ്ടേജ്, ദെൻ ഡീസൽ പവർ പ്ലാന്റ് പോലെതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പീക്കിന് യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് പീക്കിന് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഹൈഡ്രോ വിത്ത് പോണ്ടേജ് അല്ലെങ്കിൽ ഡീസൽ പവർ പ്ലാന്റ്. ദെൻ ബേസ് ലോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണയായിട്ട് ന്യൂക്ലിയർ യൂസ് ചെയ്യാറുണ്ട്, ഹൈഡ്രോ നമുക്ക് പറയാം, തെർമലും പറയാം. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിൽ ബെസ്റ്റ് ആൻസർ യു ക്യാൻ സെലക്ട് ഈസ് തെർമൽ പവർ പ്ലാന്റ് കേട്ടോ. ഇന്ത്യയുടെ ഒരു മൊത്തത്തിലുള്ളൊരു സെനേരിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ബേസ് ലോഡ് പ്ലാന്റുകളായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് തെർമലാണ്. ഓക്കെ, തെർമൽ പവർ പ്ലാന്റുകളാണ് നമ്മൾ ബേസ് ലോഡ് പ്ലാന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എനിക്ക് തോന്നുന്നില്ല ഇപ്രാവശ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത് ആൻസർ കറക്റ്റ് ആവുമെന്ന്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചലഞ്ച് ചെയ്യാം. ഓക്കെ, ഹൈഡ്രോ നമുക്ക് ചലഞ്ച് ചെയ്യാം. ഹൈഡ്രോ ഒക്കെ നമ്മൾ സാധാരണയായിട്ട് ബേസ് ലോഡ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ഇപ്പോൾ KSEBയുടെ കേസിലൊക്കെ നമ്മൾ ഹൈഡ്രോ ഏതായിട്ട് യൂസ് ചെയ്യാറുണ്ട്, ബേസ് ലോഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്, പീക്ക് ലോഡായിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. കാരണം എന്തുകൊണ്ടാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മോർ ദാൻ 60% ഒക്കെ ഹൈഡ്രോ ആണുള്ളത്. സോ ഇതിൽ നമുക്ക് ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് തെർമലാണ്. ആൻസർ കീലും തെർമൽ എന്ന് തന്നെയായിരുന്നു. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. യെസ്, അപ്പോൾ എങ്ങനെയുണ്ട് ടോട്ടൽ ഇതുവരെയുള്ള ആ ഒരു 10 ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ എന്ത് തോന്നി? സിമ്പിളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളൊന്നുമല്ല. ഒരു 5-6 ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാം. ദെൻ ഫുൾ മാർക്ക് നേടണമെങ്കിൽ കുറച്ചൊരു കൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കണം അല്ലേ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ഒന്ന് ടഫായിട്ടുള്ളതാണ്. ദെൻ അതേപോലെ എനർജി മീറ്ററിൻ്റെതും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി അറിഞ്ഞാൽ മാത്രമേ കിട്ടുകയുള്ളൂ. ദെൻ ട്രയാങ്കുലാർ ഫോമിൻ്റെ ഇതൊക്കെ നമുക്ക് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ദെൻ RLC സീരീസ് സർക്യൂട്ടും കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ സിമ്പിളാണ് അല്ലേ. റേറ്റിംഗ് ഓഫ് ഫ്യൂസ്, 2 പാർട്ട് താരിഫൊക്കെ സിമ്പിളാണ്. ദെൻ ഈ മെഷീൻസിൻ്റെ ക്വസ്റ്റ്യനും കുറച്ചൊരു ലെവലുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഞാൻ പറയുന്നത് ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ എങ്ങനെയാണുള്ളത് ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു 5 to 6 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ആവറേജ് ആണ്. ഫുൾ മാർക്ക് അടിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് നന്നായിട്ടൊന്ന് കഷ്ടപ്പെടുക തന്നെ വേണ്ടി വരും. യെസ്, സോ അത്രയും മാത്രമേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നടന്നിട്ടുള്ള അസിസ്റ്റൻറ്റ് ഡയറക്ടർ എക്സാമിലെ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇവിടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കമൻറ്റ് ചെയ്യാം. നമുക്കിനി മറ്റൊരു വീഡിയോ കൊണ്ട് കാണാം. താങ്ക്